ഓരോ സംബന്ധിച്ച് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് വിപിൻ എന്നാണ്. ഞാനൊരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. ഇപ്പോൾ UAE വർക്ക് ചെയ്യുന്നു. ഓഡിറ്റിങ്ങും ടാക്സേഷനൊക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 2019 ഓൺവേർഡ്സ് ഈ ഒരു ഫീൽഡിനകത്തുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കണം അല്ലെങ്കിൽ 2022 ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2023 ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സൂം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം കുറേ പേരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും, കുറച്ച് പേര് ഇവിടേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒന്ന് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക്, ടാക്സേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് ഇത്ര അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു ഫീൽഡായിട്ട് മാറിയിട്ടുണ്ട് UAE. കാരണം അക്കൗണ്ടന്മാർ, നിങ്ങളൊക്കെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അക്കൗണ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ ഉള്ള സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു റിക്വയർമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് കോർപ്പറേറ്റ് ടാക്സ് ചോദിക്കാറുണ്ട്. കാരണം കോർപ്പറേറ്റ് ടാക്സിന്റെ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഗവൺമെന്റിന് കൊടുക്കേണ്ട ഡ്യൂസ് ആയിരിക്കും. ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഒക്കെ ഉള്ള ഫിനാൻഷ്യൽസ് എടുത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു അറിവ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനോ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ സ്വിച്ച് ചെയ്യാനൊക്കെ നോക്കുന്ന സിറ്റുവേഷനൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ നമുക്ക് സമയം കളയേണ്ട, ആകെ 1 hour സെഷനാണ്. അപ്പം ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്. 2022 ഒരു ഒക്ടോബർ മാസമായിരുന്നു നമ്മുടെ UAE, എൻ്റെ സ്ക്രീന് കാണാൻ വേണ്ടി പറ്റുന്നെന്ന് തോന്നുന്നു. UAE ഫെഡറൽ ടാക്സ് അതോറിറ്റി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫ്രീ സെഷന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, UAE ടാക്സേഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്, ഓതറൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫെഡറൽ ടാക്സ് അതോറിറ്റി അഥവാ FTA എന്ന് പറയുന്ന അതോറിറ്റിയാണ്. അപ്പൊ ആ അതോറിറ്റി ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് പറയാണ്, നമ്മൾ ഇതുവരെ UAE എന്ന് പറയുന്ന ടാക്സ് ഹെവൻ ആയിരുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഹെവൻ തന്നെയായിരുന്നു. കാരണം വാറ്റ് എന്ന് പറയുന്നത് കൺസംഷൻ ബേസ്ഡ് ടാക്സേഷൻ ആണ്. ആരാണോ അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത് അവരെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് നിന്ന് മാറിയിട്ട് അവർ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, കൺസംഷൻ ബേസ്ഡ് ടാക്സേഷൻ അവിടെ കിടക്കട്ടെ, ഇൻഡയറക്ട് ടാക്സേഷൻ ആയിട്ട് അത് അവിടെ കിടക്കട്ടെ, അൾട്ടിമേറ്റ് കസ്റ്റമറായി നിങ്ങൾ വാങ്ങിച്ചോളാം. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വാറ്റ് എന്ന് പറയുന്ന ടാക്സേഷനകത്ത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. കാരണം അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ് ആരാണ്, നമ്മളെ പോലുള്ള എൻഡ് യൂസേഴ്സ് ആണ്. ബിസിനസ് എന്താ ചെയ്യുന്നത്, ഒരു ട്രേഡിംഗ് കമ്പനി എന്താ ചെയ്യുന്നത്, ആ പറയണ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. വാങ്ങിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവർക്ക് ഇൻപുട്ട് വാറ്റ് കിട്ടും, മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ ഒരു ലുലുവിൽ പോയിട്ട് സാധനം വാങ്ങിക്കാന്ന് കരുതാം. ലുലുവിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്, ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, 5% വാറ്റ് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ടാക്സ് ബേർഡൻ വരുന്നില്ല, അവർക്ക് ഒരു കംപ്ലയൻസ് ബേർഡൻ മാത്രമേ വരുന്നുള്ളൂ. എന്ത് ചെയ്യണം, ഈ പറയുന്ന എമൗണ്ട് എന്റെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ആർക്ക് അടച്ചു കൊടുക്കണം, എന്റെ ഗവൺമെന്റിന് അടച്ചു കൊടുക്കണം. അതിനകത്ത് ഞാൻ ഓൾറെഡി എന്റെ സപ്ലയർക്ക് കൊടുത്തിരിക്കുന്ന എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചുരുക്കി പറഞ്ഞാൽ ദർ ഇസ് നോ എനി കോസ്റ്റ് ഫോർ ദ കമ്പനി. കമ്പനികൾക്ക് എന്തില്ല, കോസ്റ്റ് ഇല്ല. അപ്പൊ അങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല. എല്ലാ രാജ്യത്തും ഉള്ളതുപോലെ തന്നെ ഒരു ഡയറക്ട് ടാക്സേഷൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ പേരാണ് കോർപ്പറേറ്റ് ടാക്സ്. നമ്മൾ കേട്ടിട്ടുണ്ടാവാം കോർപ്പറേറ്റ് ടാക്സ് 9% എന്ന് പറഞ്ഞ വാക്കൊക്കെ അല്ലെങ്കിൽ യൂസേജ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ 2022 അവർ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി മുതൽ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റിന് മുകളിൽ ഉണ്ടാകുന്ന ഏത് പ്രോഫിറ്റിന്, ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവര് എഫക്റ്റീവ് ഡേറ്റും കൂടി കൊടുത്തു. 1 ജൂൺ 2023, 1/6/2023 ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, എല്ലാ കമ്പനികളും, UAE പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും, 1 million മുകളിലോട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുന്ന സമയത്ത് കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് വിത്തിൻ 9 months അതായത് നോർമലി വരുന്ന എന്താ, 1/1/2024 ടു 31/12/2024 എന്ന് പറയുന്ന സാമ്പത്തിക വർഷം ഇപ്പൊ കഴിഞ്ഞു അല്ലെ, ഒരു 2 മാസമായി കഴിഞ്ഞിട്ട്, 1 മാസമായി കഴിഞ്ഞിട്ട്. ആ പറയുന്ന ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റും അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്തിട്ട് കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് അസസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അസസ്മെന്റ് ആണ് കേട്ടോ. FTA ആരും വന്ന് അസസ് ഒന്നും ചെയ്യില്ല, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യണം. അങ്ങനെ സെൽഫ് അസസ് ചെയ്തിട്ട് ഫെഡറൽ ടാക്സ് അതോറിറ്റി വിത്തിൻ 9 months അതായത് 30/9/2024 എന്ത് ചെയ്യണം, അറിയിക്കണം. റിപ്പോർട്ട് റിട്ടേൺ, നാട്ടിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ചെയ്യുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യണം, FTAയുടെ വെബ്സൈറ്റിലൂടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിത്തിൻ 9 months നമ്മൾ എന്ത് ചെയ്യണം, ഇത്
ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തണം. ഇനി അങ്ങനെ പേയ്മെന്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മളെ ഗ്രൂപ്പിനകത്തേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായി 14% ഇൻട്രസ്റ്റ് കൂടി എന്ത് ചെയ്യും അവര് ലെവി ചെയ്യാൻ വേണ്ടി പോവാം. ഇതാണ് അതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പതിയെ ആ ഒരു ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്ത് കിടക്കാം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കേസ്, ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ബിസിനസ് എൻറ്റിറ്റിക്കാണ്. അതായത് നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 5 തരത്തിലുള്ള ഹെഡ്സ് ഉണ്ട് അല്ലെ. ഇൻകം ടാക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡയറക്ട് ടാക്സേഷന്റെ ഹെഡിൽ എടുക്കുകയാണെങ്കിൽ 5 തരത്തിലുള്ള ഹെഡ് ഉണ്ട്. ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രോഫിറ്റ് ഓഫ് ഗെയിൻ ഫോർ ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന കാറ്റഗറിക്ക് അല്ലെങ്കിൽ അതർ സോഴ്സോ സാലറി ഒന്നും വാങ്ങിച്ചാലൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ UAE ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ടാക്സ് കൊടുക്കേണ്ടത് നിങ്ങൾ ബിസിനസ് നടത്തിയിട്ട് കിട്ടിയിരിക്കുന്ന ബിസിനസ് പ്രോഫിറ്റിന് മുകളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് കൊടുക്കണം. അതുകൊണ്ടാണ് ഇതിനെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ആർക്കേ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ, കമ്പനികൾക്ക് മാത്രമേ ഇത് നിലവിൽ ആപ്ലിക്കബിൾ ആവുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിനും വരും. അവർ ഫ്രീലാൻസർ ആയിരിക്കണം, അവർ 1 മില്യന് മുകളിലോട്ടുള്ള ടേൺ ഓവർ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സിന്റെ കംപ്ലയൻസിലേക്ക്. അപ്പോ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വാറ്റിന്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ വാറ്റ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായി, ആരാ വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, എത്ര ടേൺ ഓവർ ഉള്ള ആൾക്കാരാ വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? 3,75,000 എക്സീഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, 3,75,000 ദിർഹംസ് എക്സീഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എന്തെടുത്തിരിക്കണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എല്ലാത്തിനും എന്താ സംഭവിക്കുക, അവര് ഫൈന് നമ്മുടെ കയ്യിൽ നിന്ന് ലഭ്യം ചെയ്യും അല്ലെ. നേരെ മറിച്ചിട്ട് കോർപ്പറേറ്റ് ടാക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ടാക്സ് ഇങ്ങനെ ടേൺ ഓവർ ബേസ് ഒന്നുള്ള രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കണം. കോർപ്പറേറ്റ് ടാക്സ് ആര് രജിസ്റ്റർ ചെയ്യണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് UAE ലൈസൻസ് ഉണ്ടോ, ലൈസൻസ് മീൻസ് നമ്മുടെ ട്രേഡ് ലൈസൻസ് ഉണ്ടോ, ബിസിനസ് നടത്താൻ വേണ്ടി ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടോ, ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. കാരണം ഇവിടെ അവർ പറയുന്ന റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് UAE ലൈസൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് UAE പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ വേർഡിങ് ഞാൻ പറഞ്ഞുതരാം. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ലൈസൻസ് ഉണ്ട്, അങ്ങനെ എന്നുണ്ടെങ്കിൽ അത് ഈവൻ എക്സ്പയർഡ് ആയിരിക്കുന്ന ലൈസൻസ് ആണെന്നുണ്ടെങ്കിലും, എന്താ എക്സ്പയർഡ് ലൈസൻസ്, ഇവിടെ 1 വർഷത്തേക്കാണ് ലൈസൻസ് കൊടുക്കുക. ഇപ്പൊ ഞാൻ ആള് വരെ ഞാൻ ലൈസൻസ് എടുത്തു എന്ന് കരുതുക, എന്നിട്ട് 31/12/2024 ഞാൻ ലൈസൻസ് റിന്യൂ ചെയ്തില്ലെങ്കിലും ഗവൺമെന്റിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാ, ബിസിനസ് നടത്താൻ പാടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടില്ല, ഫുള്ളി ലിക്വിഡേറ്റ് ചെയ്യാതെ വെച്ചിരിക്കണം എന്തെങ്കിലും ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ലൈസൻസ് വാലിഡ് ലൈസൻസ് മാത്രമല്ല, എക്സ്പയർഡ് ആയിരിക്കുന്ന ലൈസൻസ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തെടുത്തിരിക്കണം, കോർപ്പറേറ്റ് ടാക്സിനകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ ഫ്രീലാൻസേഴ്സ് ഉണ്ട്, ഞാൻ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്റെ ഫ്രീലാൻസിൽ ഇൻകം 1 മില്യന് മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീലാൻസ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയാ ഫൈൻ വരിക വെച്ചാൽ 10,000 ആണ് ഫൈന് വരിക. 10,000 ദിർഹംസ് ആണ്. അറൗണ്ട് 2 ലക്ഷം രൂപക്ക് അടുത്ത് എന്ത് ചെയ്യും, 2 ലക്ഷം രൂപക്ക് അടുത്ത് നമ്മുടെ നാട്ടിലുള്ള 2 ലക്ഷം രൂപക്ക് അടുത്ത് ഫൈൻ വരും. അപ്പോൾ നമ്മുടെ കമ്പനി, നിങ്ങളൊരു കമ്പനിയിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് എന്ത് ചെയ്യണം, കറക്റ്റ് ഓൺ ടൈം തന്നെ രജിസ്ട്രേഷൻ വിത്തിൻ 3 months ആണ്. പുതിയ ലൈസൻസ് ഒക്കെ പറഞ്ഞ് വിത്തിൻ 3 months ലൈസൻസിന് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. മുൻപ് ആ ഒരു ട്രാൻസാക്ഷണൽ പീരീഡിൽ, അതായത് കോർപ്പറേറ്റ് ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പീരീഡിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കുറേ ഡേറ്റ്സുകൾ ഉണ്ടായി. അതായത് എല്ലാ മന്തിന്റെ എൻഡിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാനുവരി ആണെങ്കിൽ ഫെബ്രുവരി മന്തിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫെബ്രുവരി 2024 ഇടയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കണം എന്നൊക്കെയായിരുന്നു. അതിന്റെ വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് വിത്തിൻ 3 months ഇടയിൽ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷൻ നമ്മൾ എടുത്തെടുത്ത് പോകും. അപ്പൊ ഈവൻ ദോ എക്സ്പയർഡ് ആയ ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുത്തിരിക്കണം, അൺടിൽ അൺലെസ് ഫുള്ളി ലിക്വിഡേറ്റഡ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്ട്രേഷൻ എടുക്കണം. എന്താ വെച്ചാൽ ഫൈന് വരും. രജിസ്ട്രേഷൻ എടുക്കേണ്ട എവിടെ വെച്ചാൽ നമ്മുടെ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ എമറാറ്റ് ടാക്സ് പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വാറ്റിന്റെ കാണിച്ചു തരുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് കോർപ്പറേറ്റ് ടാക്സ് വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു കോർപ്പറേറ്റ് ടാക്സിന്റെ ആ ഒരു ഏരിയയിൽ പോയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം. കമ്പയറിംഗ് ടു വാറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ടേൺ ഓവർ ഡിക്ലറേഷനോ കാര്യങ്ങളൊന്നും വേണ്ട, അവർക്ക് നമ്മുടെ ലീഗൽ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് മാത്രമേ അതിനകത്ത് ചോദിക്കൂ. ഇനി രണ്ടാമത്തെ കേസ്, ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ല. ഓക്കെ, എൻ്റെ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഫോറിൻ എൻറ്റിറ്റി ആണ്, അവർക്ക് ഇവിടെ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അല്ലെങ്കിൽ എൻ്റെ ഒരു ബിസിനസ് ഉണ്ടായി, ഞാനിപ്പോൾ ദുബായിലാണ്, ഞാൻ എന്ത് ചെയ്യുന്നു UAE
യു എയിൽ ഒരാള് സൗദിയിലൊരു കമ്പനി, സൗദിയിലൊരു ഷെൽ കമ്പനി ഇട്ടിട്ട് അല്ലെങ്കിൽ ഡമ്മി കമ്പനി ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള സൗദിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതും ബോർഡ് മീറ്റിംഗ് നടത്തുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും സാലറി കൊടുക്കുന്നതും ഒക്കെ യു എ എന്നാണ് കരുതുക. ശരിക്കും പറഞ്ഞാൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് വിത്തിൻ യു എയിലാണ് എന്നുണ്ടെങ്കിൽ, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് ബിസിനസിന്റെ കൺട്രോളിംഗ് ഡിസിഷൻസ് അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ്, യു എ നിന്നാണ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, ഈവൻ ദോ യു എയിൽ ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ കമ്പനിയെ യു എയിൽ കോർപ്പറേറ്റ് ടാക്സിന് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. കാരണം എന്താ, ഇവിടെ നിന്നാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻകം ടാക്സ് പേ ചെയ്യണം എന്നാണ് പറയുന്നത് റൂള് പ്രകാരം. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും നിയമം പറയുന്നത് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് കൂടി നോക്കിയിട്ട്, POM എന്ന് പറയും, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്, അതുകൂടി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇഫ് ദ ഡിസിഷൻസ് ആർ ടേക്കൻ ഫ്രം ദുബായ് UAE വിത്തിൻ UAE ആണെന്നുണ്ടെങ്കിൽ അതിനും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു കമ്പനി, അവര് ബിസിനസ് കാര്യങ്ങളൊക്കെ സൗദിയിലാണ്. സൗദി ഇപ്പൊ ബൂമിംഗ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ സൗദിയിലാണ് അതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ട്രേഡിംഗ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ, അതായത് ഔട്ട് ഓഫ് സ്കോപ്പ് ബിസിനസ് ആയതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് സൗദി കൊടുക്കുന്ന ഡെലിവറി തന്നെയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് ദുബായിൽ ഓപ്പറേഷൻ ഇട്ടിട്ട് ദുബായിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സൗദി ബിസിനസിനെ മാനേജ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. സ്റ്റാഫിങ്ങും കാര്യങ്ങളൊക്കെ ദുബായിൽ തന്നെയായിരുന്നു. അപ്പോൾ FTA അവര് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, രണ്ടാമത്തെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. FTA ഓഡിറ്റ് എടുത്ത സമയത്ത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് കണ്ടിട്ട്, അതായത് ABC എന്ന് പറയുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ ABC എന്ന് പറയുന്ന കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സൗദി കമ്പനിക്ക് വേണ്ടി ഫണ്ട് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് പ്രൂഫ് കണ്ടപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഈ സൗദി കമ്പനിയായിട്ടുള്ള റിലേഷൻ? അപ്പോൾ ചോദിച്ചു, സൗദിയിൽ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷൻ എടുക്കാത്തതിന് ഒരു 10,000 ഫൈൻ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇമ്പോർട്ടന്റ് അല്ല, തുടക്കത്തിൽ അത്ര വലിയ സ്ട്രിക്റ്റ് ആയിരിക്കില്ല എന്നുണ്ടെങ്കിൽ സബ്സീക്വന്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിന് ഇമ്പോർട്ടൻസ് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇനി നമ്മൾ പറഞ്ഞു എല്ലാവരും രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറഞ്ഞു, അതിനൊരു ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടു. ഇനി ഈ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന എല്ലാവരും റിട്ടേൺ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കോർപ്പറേറ്റ് ടാക്സിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ. നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ടും റിട്ടേൺസ് കാര്യങ്ങൾ, കോർപ്പറേറ്റ് ടാക്സിൽ റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യണം. ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഒരാളുടെ സൗണ്ട് എനിക്ക് ഇടക്കിടക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് റിട്ടേൺസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടേൺ ഓവർ, നിങ്ങളുടെ ടേൺ ഓവറോ നിങ്ങളുടെ പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന ഘടകമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ രജിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാൻഡേറ്ററി ആയിട്ട് 30/9/2024 ഇടയിൽ എന്ത് ചെയ്യണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക. അതായത് വിത്തിൻ 9 മന്ത്സിനിടയിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. റിട്ടേൺ സബ്മിറ്റ് ചെയ്യും. ആ റിട്ടേണിന് പ്രകാരമുള്ള ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പേ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കേസ് റിട്ടേൺ കംപ്ലയൻസ് ആണ്. ആരൊക്കെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം? എല്ലാവരും റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഈവൻ ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിലും റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. മാത്രമല്ല നമ്മൾ അതില് ഈ സ്മോൾ മീഡിയം സ്കെയിൽ SMEനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മില്യൺ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പീരീഡിൽ 3 മില്യൺ ടേൺ ഓവറുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ട, കോർപ്പറേറ്റ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, സ്മോൾ ബിസിനസ് റിലീഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈവൻ ദോ അങ്ങനെ സ്മോൾ ബിസിനസ് റിലീഫ് കിട്ടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. അതിന്റെ ഡ്യൂ പേബിൾ 0 ആണെന്നുണ്ടെങ്കിലും കംപ്ലയൻസ് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നടത്തിയിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയ കാര്യങ്ങൾ, ഒന്ന് ആർക്കൊക്കെയാണ് കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആവുമെന്ന് വെച്ചാൽ എല്ലാ എൻറ്റിറ്റിക്കും ആപ്ലിക്കബിൾ ആകും. UAE രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന എല്ലാ എൻറ്റിറ്റിയിലും, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് വിത്തിൻ UAE വരുന്ന എല്ലാ എൻറ്റിറ്റിയിലും എന്ത് ചെയ്യും, ഈ പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആണ്. ആരൊക്കെ രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ലൈസൻസ് ഉള്ള എല്ലാവരും എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. ലൈസൻസ് ഉണ്ടായാൽ മാത്രം പോരാ, POM നോക്കിയിട്ട് അവരും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പിന്നെ പറയുന്നത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട റിക്വയർമെന്റ്, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത് വിത്തിൻ 9 മന്ത്സ് ആയിരുന്നു. അതായത് 9 മാസത്തിനിടയിൽ 30th സെപ്റ്റംബറിനിടക്ക് എന്ത് ചെയ്യണം, നമ്മൾ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ പേയ്മെന്റ്സ് കാര്യങ്ങളും കൂടി നമ്മൾ FTAയിൽ അടച്ചിരിക്കണം. ഇനി ഒരു കംപ്ലയൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നമുക്ക് എടുത്ത് നോക്കാം. എൻ്റെ കമ്പനി എന്ത് ചെയ്യുന്നു, ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 1 ജാനുവരി 2024 ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഒരു 6 മാസം ഞാൻ ഇവിടെ ബിസിനസ് നടത്തി. 30/6/2024 ഞാൻ എന്ത് ചെയ്തു, ആ കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്തു. അതായത് ബിസിനസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണങ്ങളോ കൊണ്ടോ ഞാൻ എന്ത് ചെയ്തു, ആ കമ്പനി ഞാൻ ലിക്വിഡേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ കമ്പനി ഓപ്പറേഷൻ നടത്തിയിരിക്കണം എത്ര മാസം, 6 മാസം മാത്രമേ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ
മുമ്പ് 2023 ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അത് ഡ്യൂറിംഗ് ദ ടാക്സ് പീരീഡിൽ 2024 ഏതെങ്കിലും ഒരു പീരീഡിൽ പോയിട്ട് ഞാൻ ലിക്വിഡേറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിനെ ഡീരജിസ്ട്രേഷൻ ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ടോ, കോർപ്പറേറ്റ് ടാക്സ് പേ ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആർക്കെങ്കിലും ഒരു സജഷൻ പറയാൻ വേണ്ടി പറ്റുമോ? ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2023 പക്ഷേ ഞാൻ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിരിക്കുന്നത് 30/6/2024 പോയിട്ട് ഞാൻ കമ്പനി വൈൻഡ് അപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട് സർ. എന്താ റിക്വയർമെന്റ് വരിക? നിങ്ങൾ ഡ്യൂറിംഗ് ദ ടാക്സ് പീരീഡിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന ടാക്സ് ആപ്ലിക്കബിൾ ആയിരിക്കുന്ന പീരീഡിലാണ് നിങ്ങൾ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എഫക്റ്റീവ് ഫ്രം 1/1/2024 ടു ഏത് ഡേറ്റ് വരെയാണോ നിങ്ങൾ ലിക്വിഡേറ്റ് ആയിരിക്കുന്നത് അതുവരെയുള്ള റിട്ടേൺ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫൈനൽ റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഈവൻ വാറ്റിൽ നമ്മളോട് പറയുന്നുണ്ട് ഒരു ഫൈനൽ വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ കോർപ്പറേറ്റ് ടാക്സിന് എന്ത് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ട് FTA നമ്മൾ നോട്ടിഫൈ ചെയ്ത് അതിന്റെ ഫൈനൽ റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതും എമറാത്ത് ടാക്സ് പോർട്ടൽ വഴിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിനുശേഷം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടാക്സ് റേറ്റുകളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ടാക്സ്? ഇന്നലെ നമ്മൾ നിർമ്മല മാം ഒക്കെ ഒരു ബജറ്റ് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തപ്പോൾ കുറെ ടാക്സ് റേറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സിനകത്ത് ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റ് എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഞാൻ രണ്ടായി തിരിക്കാം. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ സോണിലുള്ള ബിസിനസ്സും ഉണ്ട്, മെയിൻലാൻഡിലുള്ള ബിസിനസ്. മെയിൻലാൻഡ് എന്ന് വെച്ചാൽ അതർ ദാൻ ഫ്രീ സോണുകളൊക്കെ നമുക്ക് മെയിൻലാൻഡ് എന്ന് വിളിക്കാം. ഫ്രീ സോൺസ് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ എക്കണോമിക് EOU അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ കാക്കനാടൊക്കെ കുറച്ച് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് ഫ്രീ ആയിട്ട് കുറെ ഏരിയകളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. ടാക്സ് എക്സംപ്റ്റഡ് ആണ് അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, GST ഒന്നും പേ ചെയ്യേണ്ട. അവിടെ നിന്ന് എന്ത് ചെയ്യാം, അവരുടെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. അത് ഒരു ബോണ്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ എക്സ്പോർട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓവർസീസ് ഷിപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഫ്രീ സോണുകൾ സെറ്റപ്പ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ജാഫ്സ എന്ന് പറയുന്നത്, ജബൽ അലി ഫ്രീ സോൺ എന്ന് പറയുന്നത് ഒരു ഫ്രീ സോൺ ആണ്. ആ ഫ്രീ സോണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എന്ത് ആപ്ലിക്കബിൾ ആവില്ല ജാഫ്സ കമ്പനികൾക്ക്? ടാക്സേഷൻ ആപ്ലിക്കബിൾ ആവില്ല. ടാക്സേഷൻ മുൻപ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാഫ്സയിലേക്ക് ഒരു മെറ്റീരിയൽ വരുമ്പോൾ നോർമൽ ഒരു മെയിൻലാൻഡിലേക്ക് മെറ്റീരിയൽ വരികയാണെന്നുണ്ടെങ്കിൽ ഗുഡ്സിന്റെ കേസാണ്, സർവീസിന്റെ വേറെ ട്രീറ്റ്മെന്റ് ആണ്. മെറ്റീരിയൽ വരികയാണ്, അതായത് ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്നും യുടെ മെയിൻലാൻഡിലേക്ക് ദുബായ് എന്ന് പറയുന്നത്, ഇപ്പൊ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. മെറ്റീരിയൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇമ്പോർട്ട് RCM റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന് ഒന്ന് വാറ്റ് അക്കൗണ്ട് ചെയ്യണം, രണ്ടാമത് കസ്റ്റംസ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നേരെ മറിച്ചിട്ട് ഈ പറയണ ഫ്രീ സോണിനകത്തേക്ക്, അതായത് വാറ്റിന്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന ഫ്രീ സോണിനകത്തേക്ക് നമ്മൾ മെറ്റീരിയൽ ഇറക്കുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഫ്രീ സോണിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഫ്രീ സോൺ ട്രാൻസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ വാറ്റോ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ റെസ്പോൺസിബിലിറ്റി ഇല്ല. നേരെ മറിച്ചിട്ട് ആ ഫ്രീ സോണിനകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ട, വാറ്റും പേ ചെയ്യേണ്ട, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ ഔട്ട്സൈഡ് ദ കൺട്രി പോവുകയാണെന്നുണ്ടെങ്കിലും വിത്തിൻ മെയിൻലാൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വാറ്റിന്റെ അല്ലെങ്കിൽ ടാക്സ് മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഒന്നും വരില്ല, കാരണം കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് കാര്യമാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. സർവീസിന് വേറെ ട്രീറ്റ്മെന്റ് ആണ്, ഞാൻ മെറ്റീരിയലിന്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രീ സോണുകൾ എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത് ടാക്സിന്റെ ബെനിഫിറ്റ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് പുറത്തുള്ള ഔട്ട്സൈഡ് കൺട്രിയിലുള്ള ട്രാൻസാക്ഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ഫ്രീ സോണിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങിയാൽ മതി. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ കോർപ്പറേറ്റ് ടാക്സിനും എന്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രീ സോൺ ആണോ, അങ്ങനെയാണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താ കണ്ടീഷൻസ്? നിങ്ങൾ വിത്തിൻ ദ ഫ്രീ സോൺ ആയിരിക്കണം, ഫ്രീ സോണിനകത്ത് തന്നെ ആയിരിക്കണം, ഡെസിഗ്നേറ്റഡ് ഫ്രീ സോൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്രീ സോൺ ആയിരിക്കണം. അവിടെ ആഡിക്വേറ്റ് സബ്സ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. ആഡിക്വേറ്റ് സബ്സ്റ്റാൻസ്, ഡിമിനിമിസ് റിക്വയർമെന്റ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു, അത് ക്വാളിഫയിങ് ആക്ടിവിറ്റി ആയിരിക്കണം, ക്വാളിഫയിങ് ഇൻകം ആയിരിക്കണം, അതിന്റെ ഒക്കെ കുറെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ഡീറ്റെയിൽ ആണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനെ ക്വാളിഫയിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ക്വാളിഫയിങ് എൻറ്റിറ്റി ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികളാണ് എന്നുണ്ടെങ്കിൽ, വിത്തിൻ ഫ്രീ സോണുള്ള കമ്പനികളാണെങ്കിൽ അവരെ നമുക്ക് ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺസ് വിളിക്കാൻ വേണ്ടി പറ്റും. എന്താ വിളിക്കാൻ വേണ്ടി പറ്റുക? ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺ അല്ലെങ്കിൽ ക്വാളിഫൈങ് ഫ്രീ സോൺ എൻറ്റിറ്റി എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അത്തരത്തില് ക്വാളിഫൈങ് ഫ്രീ സോൺ എൻറ്റിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അവർ എത്ര ശതമാനം ടാക്സ് കൊടുത്താൽ മതി? 0%
ടാക്സ് കൊടുത്താൽ മതി. കാരണം ഫ്രീ സോണിന്റെ പർപ്പസ് എന്തായിരുന്നു? എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറെ ആൾക്കാർ എന്ത് ചെയ്തു? കുറെ ആൾക്കാർ ഫ്രീ സോണിനകത്ത് ഒരു ഡമ്മി ലൈസൻസ് മാത്രം വെച്ചു. ഒരു ലൈസൻസ് വെച്ച് ഒരു ഷെൽ കമ്പനി പോലെ ഒരു ലൈസൻസ് അവിടെ വെച്ചിട്ട് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് നടത്തി തുടങ്ങി? മെയിലായിട്ട് സാധാരണപ്പെട്ട ചെറിയ ഓഫീസ് സ്പേസ് കാര്യങ്ങൾ ഫ്രീ സോണിനകത്ത് ബിസിനസ് സെറ്റപ്പ് ചെയ്യാതെ അതിന് പുറത്ത് വെച്ച് ജസ്റ്റ് പേപ്പർ കമ്പനിയിലൂടെ ട്രാൻസാക്ഷൻ നടത്തി. അങ്ങനെയുള്ളവർക്ക് ഇത് ബെനിഫിറ്റ് കിട്ടില്ല. കാരണം എന്താ? ആഡിക്വേറ്റ് സബ്സ്റ്റാൻസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് അതിനകത്ത് അസറ്റ് ഉണ്ടായിരിക്കണം, എംപ്ലോയീസ് അതിനകത്ത് ഉണ്ടായിരിക്കണം, ഫിസിക്കൽ സ്പേസ് ഉണ്ടായിരിക്കണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻക്വയർ ചെയ്തിരിക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കിട്ടില്ല. നേരെ മറിച്ചിട്ട് ഫ്രീ സോണിനകത്ത് തന്നെ ആ ഒരു ഇപ്പൊ ജാഫ്സ ആണെങ്കിൽ ജാഫ്സ ഫ്രീ സോണിനകത്ത് തന്നെ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് അവിടെ ഓഫീസ് റെന്റിനെടുത്ത് അവിടെ ആൾക്കാർ വന്ന് അവിടെ നിന്ന് ബിസിനസ് ആക്ടിവിറ്റി ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ടീമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? അവരെ ക്വാളിഫൈ ഫ്രീ സോൺ പേഴ്സൺസ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അത്തരത്തില് ഒരു ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻറ്റയർ പ്രോഫിറ്റ് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? അല്ലെങ്കിൽ ക്വാളിഫൈങ് ഇൻകത്തിന് മുകളിൽ ഞാൻ പറഞ്ഞു ക്വാളിഫൈ ഫ്രീ സോൺ പേഴ്സൺസ് ക്വാളിഫൈങ് ആക്ടിവിറ്റിയും ചെയ്യും, നോൺ ക്വാളിഫൈങ് ആക്ടിവിറ്റിയും ചെയ്യും. ക്വാളിഫൈങ് ആക്ടിവിറ്റിന്റെ കുറെ ലിസ്റ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ, മാനുഫാക്ചറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ക്വാളിഫൈങ് ആക്ടിവിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 0% ടാക്സ് കൊടുത്താൽ മതി. നേരെ മറിച്ചിട്ട് നോൺ ക്വാളിഫൈങ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കണം? 9% കൊടുക്കണം. അപ്പോൾ ഫ്രീ സോണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെസ്റ്റ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്. ക്വാളിഫൈങ് ഇൻകം ആണോ, അവരുടെ ടോട്ടൽ ഇൻകത്തിന് ക്വാളിഫൈങ് ഇൻകം എത്ര, നോൺ ക്വാളിഫൈങ് ഇൻകം എത്ര എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ടാക്സബിലിറ്റി വരിക. ഇനി ഇത് ക്വാളിഫൈ ഫ്രീ സോണിന്റെ കേസ് മാത്രം പറഞ്ഞാൽ അത് വലിയൊരു സബ്ജക്റ്റ് ആണ്, ഒരു വലിയ ഇൻഡെപ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്, പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഫ്രീ സോണിലൊക്കെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫ്രീ സോണിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് മാത്രമേ പോകാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഫ്രീ സോൺ ആണെങ്കിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കേസ്, നമ്മൾ മെയിൻലാൻഡിൽ ബിസിനസ് ചെയ്യുന്നു, അതർ ദാൻ ഫ്രീ സോണിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആണ്. ഇവർക്ക് ക്വാളിഫൈ ഫ്രീ സോൺ പേഴ്സണെ നമ്മള് ആദ്യത്തെ ഒരു 3,75,000 അത് പറഞ്ഞുതരാം. മെയിൻലാൻഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാക്സബിൾ പ്രോഫിറ്റ് ആണ്. ഞാൻ വേർഡ് ഒന്ന് മാറ്റാം. ടാക്സബിൾ പ്രോഫിറ്റ് ടാക്സബിൾ പ്രോഫിറ്റ് അപ് ടു 3,75,000 വരെ ആണെന്നുണ്ടെങ്കിൽ, എത്ര വരെ? 3,75,000 ദർഹംസ്, 3,75,000 ദർഹംസ് വരെ ആണെന്നുണ്ടെങ്കിൽ, 0 to 3,75,000 ദർഹംസ് വരെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? എത്ര ശതമാനം ടാക്സ് കൊടുത്താൽ മതി? 0% പ്രോഫിറ്റ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എത്ര ടാക്സ് കൊടുക്കേണ്ടത്? 0. അപ്പൊ നിങ്ങളുടെ ടേൺ ഓവർ ബാധിക്കൂല. ടേൺ ഓവർ നോക്കണ്ട, നിങ്ങളുടെ ടാക്സബിൾ പ്രോഫിറ്റ്, ടാക്സ് പേയബിൾ, അതായത് ടാക്സബിൾ പ്രോഫിറ്റ് എത്രയാണ്? 0 to 3,75,000. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം നമ്മൾ ചെയ്യുന്ന പ്രോഫിറ്റിന്, നെറ്റ് പ്രോഫിറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നടത്തും. കുറെ ഡിസലോഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ട്. കുറെ ഇൻകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ട. ലൈക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ബിസിനസ്സിനകത്ത് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം വന്നിട്ടുണ്ടോ, അതിനൊന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് അപ്പ് ആൻഡ് ഡൗൺസ് നടത്തിയിട്ട് കിട്ടിയിരിക്കണം ടാക്സബിൾ പ്രോഫിറ്റിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 0 to 3,75,000 ആണെന്നുണ്ടെങ്കിൽ 0% ടാക്സ് കൊടുത്താൽ മതി. നേരെ മറിച്ചിട്ട് 3,75,000 ഒരു 3,75,000 മുകളിലേക്ക് വരുന്ന ഓരോ തരത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? 9% 90 അല്ല 9% എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. 9% ടാക്സ് പേ ചെയ്യണം. അപ്പോൾ 3,75,000 മുകളിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 9% ടാക്സ് പേ ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് പേ ചെയ്യണം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കാം. എൻ്റെ ബിസിനസ്സിൽ 5 ലക്ഷം ദർഹംസ് ആണ് എൻ്റെ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് കരുതാം. എൻ്റെ ടാക്സബിൾ പ്രോഫിറ്റ് എത്രയാ? 5 ലക്ഷം ദർഹംസ് ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ കോർപ്പറേറ്റ് ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ വരും? എനിക്ക് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റും? 5 ലക്ഷം ദർഹംസ് ആണ് എൻ്റെ ടാക്സ് വരുന്നത്. അതിനെങ്ങനെയാണ് ഞാൻ ടാക്സ് ചെയ്യേണ്ടി വരിക? 0 to 3,75,000 ബാക്കി ബാലൻസ് എത്ര വരും? 1,25,000 വരും അല്ലെ? അതിന് നമ്മൾ 9% ടാക്സ് കൊടുക്കണം. ഇതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ആ 9% ടാക്സിനകത്ത് നിന്ന് നമ്മൾക്ക് ഫോറിൻ ടാക്സ് വല്ലതും പേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ വിത്തോൾഡിംഗ് ടാക്സ് എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ് ടു 9% വരെ നമുക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനകത്തുനിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് നെറ്റ് ടാക്സ് പേബിൾ ബാക്കി മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. അതിൽ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. കാരണം
നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളല്ലെങ്കിൽ എൻട്രികളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല, കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകണമെന്നില്ല. ചില എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഉണ്ടായി. എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഉണ്ടാകുന്നത് കോർപ്പറേറ്റ് ടാക്സിന്റെ ഇതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് പേഴ്സൺസുമായിട്ട്, അതായത് ബിസിനസ്സിന് എംപ്ലോയീസിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഔട്ട്സൈഡ് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന്റെ 50% മാത്രമേ എലിജിബിൾ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയും. എലിജിബിൾ ആയിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് പ്രകാരം ബാക്കി 50% നമ്മൾ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആഡ് ബാക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സപ്ലയർമാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് എന്തെങ്കിലും ഇൻക്വയറി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ 50%, എംപ്ലോയീസിന് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ 100% ആണ്. അപ്പൊ എൻട്രി അടിക്കുന്ന സമയത്ത്, ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം, ആ ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു നോളജ് നമ്മുടെ തലയിൽ ഉണ്ടായിരിക്കണം. എംപ്ലോയീസിന് കൊടുത്തതാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രീസ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ചുണ്ട്, ബ്രൈബ്സ് ഉണ്ട്, പെനാൽറ്റി ഉണ്ട്, വാറ്റ് ക്ലെയിം ചെയ്യുന്നതൊക്കെ 100% ഡിസലൗഡ് ആണ്. അങ്ങനെ കുറച്ച് ലിസ്റ്റ് കാര്യങ്ങൾ നമുക്ക് താഴേക്കുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇയർ എൻഡ് ആവുന്നു 1/1/2024 തൊട്ട് 31/12/2024 വരെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇവിടെ കണ്ടുപിടിക്കുന്നു. നമ്മൾ പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, അവിടെ വന്നിട്ട് ഒരു അക്കൗണ്ടിങ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നു. P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ഇവിടെ ഒരു എന്ത് ചെയ്യുന്നു, ഒരു നെറ്റ് പ്രോഫിറ്റ് വരുന്നു. ഒരു 2,25,000 ആണ് നെറ്റ് പ്രോഫിറ്റ് വരിക എന്ന് കരുതുക. അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കുറെ എക്സ്പെൻസ് അവിടെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പൊ 1 million ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം ദിർഹംസ് ആണെന്ന് കരുതുക സെയിൽസ്. ആ സെയിൽസിനകത്തുനിന്ന് കുറെ എക്സ്പെൻസ് ഇവിടെ റെഡ്യൂസ് ചെയ്തിട്ടില്ലേ 2,75,000 കിട്ടുക, അല്ലേ? അല്ലയോ? അതെ. അങ്ങനെ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുന്നതിനകത്ത് ഏതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട എക്സ്പെൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് താഴോട്ടേക്ക് വരാം. ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചറിന്റെ ഈ ഒരു ലിമിറ്റ്, ഒരു ഇൻട്രസ്റ്റ് ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട് ആർട്ടിക്കിൾ 30 ഇത് ആദ്യമേ പറയാം ആപ്ലിക്കബിൾ അല്ലാത്തത് നമ്മുടെ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനികൾക്കൊന്നും ആപ്ലിക്കബിൾ അല്ലാത്ത സാധാരണ എൻറ്റിറ്റികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 12 million ആണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ. നെറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ 12 million എക്സീഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 30% ഓഫ് ദി EBITDA, അതായത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷന്റെ 30% അല്ലെങ്കിൽ ഈ 12 million വിച്ച് എവർ ഹയർ ആണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 12 million മുകളിലാണെങ്കിൽ ഒന്നുകിൽ 30% EBITDA അല്ലെങ്കിൽ നെറ്റ് നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ. നെറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചറിനകത്ത് ഇൻട്രസ്റ്റ് ഇൻകം എല്ലാം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട്, നെറ്റ് ആയിട്ടുള്ള എമൗണ്ട് വിച്ച് എവർ ഇസ് ഹയർ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടി പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു റൂൾ അവിടെ ഉണ്ട്. രണ്ടാമത് പറയുന്നത് നമ്മുടെ ഇത് 12 million ആയതുകൊണ്ട് തന്നെ ഒരുവിധം മീഡിയം സ്കെയിൽ എൻറ്റിറ്റികൾക്കൊന്നും ഇത് ബാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്ത് പോയത്. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാം. ആർട്ടിക്കിൾ 33 പറയുന്ന നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്. ഒന്ന്, നോട്ട് ഇൻക്ലൂഡ് ഫോർ ദ പർപ്പസ് ഓർ ടാക്സബിൾ പേഴ്സൺസ് ബിസിനസ്. അതായത് നമ്മളൊരു ബിസിനസ് നടത്തുന്നുണ്ട്, ആ ബിസിനസിന്റെ പർപ്പസിനല്ലാതെ ടാക്സബിൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനല്ലാതെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓണേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറെ പേഴ്സണൽ എക്സ്പെൻസ്, അവരുടെ വില്ല വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓണേഴ്സിന്റെ പേഴ്സണൽ എക്സ്പെൻസ് ഒക്കെ പിടിച്ചിട്ട് എവിടെ ഇടും, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എക്സ്പെൻസ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. കാരണം എന്തായിരിക്കണം, അങ്ങനെ എക്സ്പെൻസ് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ്, അതായത് ബിസിനസ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഈ പറയുന്ന പെർട്ടിക്കുലർ എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഹോളി ഫോർ ദ പർപ്പസ് ഓഫ് ടാക്സബിൾ പേഴ്സൺസ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ആയിരിക്കണം. എല്ലാച്ചും നിങ്ങൾ എന്ത് ചെയ്യണം, ആ എക്സ്പെൻസിനെ ആഡ് ബാക്ക് ചെയ്തിട്ടായിരിക്കണം. അത് P&L അക്കൗണ്ടിൽ കുറക്കാൻ വേണ്ടി പാടില്ല. പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി കുറച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, അതിനെ തിരിച്ച് പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്യണം. പിന്നെ എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട്, കുറച്ച് ഇൻകംസ് എന്താണ്, എക്സംപ്റ്റ് ഇൻകം ഉണ്ട്. ആ എക്സംപ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ ലോസ് നോട്ട് കണക്റ്റഡ് വിത്ത് ഓർ അറൈസിങ് ഔട്ട് ഓഫ് ടാക്സബിൾ പേഴ്സൺസ് ബിസിനസ്. നോട്ട് കണക്റ്റഡ്, അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ലോസ് ആണെങ്കിൽ ഓക്കെയാണ്. ഇനി എല്ലാ പേഴ്സണൽ നേച്ചറുള്ള ലോസ് കാര്യങ്ങളൊക്കെ, ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ലോസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഡൊണേഷൻ, ഗ്രാൻഡ് ഓർ ഗിഫ്റ്റ് മേഡ് ടു ഓർഗനൈസേഷൻ ദാറ്റ് ഇസ് നോട്ട് എ ക്വാളിഫൈഡ് പബ്ലിക് ബെനിഫിറ്റ് എൻറ്റിറ്റി. കുറച്ച് എൻറ്റിറ്റികൾ എന്തുണ്ട്, ക്വാളിഫൈങ് പബ്ലിക് ബെനിഫിറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന കുറച്ചുണ്ട്. ഇവിടുത്തെ നമ്മുടെ
മുസ്ലിം കസ്റ്റംസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചുണ്ട്, ഉംറ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്കൊന്നല്ല കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ലിസ്റ്റഡ് അല്ലാത്ത, അവരുടെ കണക്കിലില്ലാത്ത എൻറ്റിറ്റിക്ക് കൊടുക്കുന്ന ഡൊണേഷനോ ഗ്രാൻഡോ ഗിഫ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? അത് എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി എന്തെങ്കിലും ഫൈൻസ്, കംപ്ലൈൻസ് ചെയ്യാത്തതുകൊണ്ടാണല്ലോ നമുക്ക് ഫൈന് കാര്യങ്ങളൊക്കെ ചെയ്യാം വരിക. അങ്ങനെയുള്ള ഫൈൻസ്, പെനാൽറ്റി നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കോമ്പൻസേഷൻ ഡാമേജ് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. എക്സ്പെൻസ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ടാക്സബിൾ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ബാക്ക് ചെയ്തിരിക്കണം. അതേപോലെ ബ്രൈബ്സ്, കൈക്കൂലി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? നമ്മൾ എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഡിവിഡൻഡ് ഓർ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ബെനിഫിറ്റ് സിമിലർ നേച്ചർ പേ ടു ഓണർ ഓർ ടാക്സബിൾ പേഴ്സൺ, അതായത് നമ്മൾ ഓണേഴ്സ് കൊടുക്കുന്ന ഡിവിഡൻഡ് എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് റൂള്. കാരണം അത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, പി ആൻഡ് ലൈറ്റ് അല്ല. അങ്ങനെ ഓണേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ടാക്സബിൾ പേഴ്സന്റെ, അതായത് ഓണേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? നമ്മൾ എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അവർ വിഡ്രോൺ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഡ്രോവിങ്സ് എടുക്കാൻ വേണ്ടി പാടില്ല. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. എന്തെങ്കിലും വാറ്റിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു, പക്ഷെ നിങ്ങളത് ക്ലെയിം ചെയ്തിട്ടില്ല. അങ്ങനെ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇൻപുട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാത്തത് കൊണ്ടോ അത് ബിയാൻഡ് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനും എന്ത് ചെയ്യണം? നമ്മൾ അത് ആഡ് ബാക്ക് ചെയ്ത് വെച്ചിരിക്കണം. അത്തരത്തില് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ എത്രത്തിൽ എക്സ്പെൻസ്, ഇപ്പൊ പെൻഷൻ ഫണ്ടിലേക്ക് പോകുന്ന എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എംപ്ലോയി കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? എക്സ്പെൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിവൈസ് വർക്കിംഗ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ടാക്സബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആ ടാക്സബിൾ പ്രോഫിറ്റിന് മുകളിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കമ്പ്യൂട്ടേഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ കമ്പ്യൂട്ടേഷൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ പ്രൊവിഷൻസ് എവിടെയൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഡിസലൗഡ് ആണ്, ഏതൊക്കെ അലൗഡ് അല്ല എന്നുള്ളത് ട്രാൻസാക്ഷൻ നരേഷൻസ് കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ എവിടെയാണ് അക്കൗണ്ടന്റ് ഇതിനകത്ത് റോൾ ഉള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഓരോ എക്സ്പെൻസും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എൻട്രി പോയിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു പബ്ലിക് ക്വാളിഫയിങ് ബെനിഫിറ്റ് എൻറ്റിറ്റിക്ക് കൊടുത്തിരിക്കുന്ന ഡൊണേഷൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിരുന്നു, അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ നരേഷനും കാര്യങ്ങളൊന്നും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കോർപ്പറേറ്റ് ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ എടുക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ഓഡിറ്ററോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യുക? അവരിതിനെ ആഡ് ബാക്ക് ചെയ്യും. അപ്പൊ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് എടുത്തിട്ട് എവിടെ പോയി? എലിജിബിളിലേക്ക് പോയി. ഇനിയല്ല, ഓണേഴ്സിന്റെ പേഴ്സണൽ എക്സ്പെൻസ് കാര്യങ്ങൾ എന്തുണ്ടായി? അത് ബിസിനസിനകത്ത് ബിസിനസ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? അത് കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? കോർപ്പറേറ്റ് ടാക്സ് പേ ചെയ്തുള്ളൂ എന്ന് കരുതുക. നാളെ FTA ഓഡിറ്റിന് എടുക്കുന്ന സമയത്ത് അതിന് ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് ഒതന്റിസിറ്റി വെരിഫൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതെന്താണ്? ഇത് പേഴ്സണൽ നേച്ചറാണ്, പക്ഷെ അക്കൗണ്ടന്റ് എന്ത് ചെയ്തു? റോങ് ആയിട്ട് എന്താക്കി ബുക്ക് ചെയ്തു? ബിസിനസ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ബുക്ക് ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ് കിട്ടുന്ന ടാക്സ് കുറഞ്ഞു. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഫൈൻസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യും അല്ലെ? അവരെന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈൻ കൊടുക്കാനോ അല്ലെങ്കിൽ പെനാൽറ്റി കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് കൊണ്ട് നമ്മൾ എൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് എന്ത് വരാൻ വേണ്ടി പാടില്ല? ഫൈൻസ് അല്ലെങ്കിൽ പെനാൽറ്റി കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഇതിന്റെ ട്രാൻസാക്ഷൻസ് റിവ്യൂ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻസ് റിവ്യൂ ചെയ്തുകൊണ്ട്, പർപ്പസ് റിവ്യൂ ചെയ്തുകൊണ്ടായിരിക്കണം എൻട്രികൾ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. എല്ലാ നമുക്കും ഭാവിയിൽ തട്ടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഒരുവിധപ്പെട്ട കമ്പനികളൊക്കെ എന്ത് ചെയ്യും? ഇതുമായി കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഐഡിയ നോഹൗ ഉണ്ടോ എന്നുള്ളത് ചോദിക്കും. സോ അത് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു ഫീൽഡായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതൊന്നല്ല പ്രശ്നം, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ്. ഇത് കഴിഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മുടെ UAE പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്നില്ല. UAE പ്രത്യേകത എന്താ വെച്ചാൽ കമ്പനികൾ ഉണ്ടാവും, മൾട്ടിപ്പിൾ കമ്പനി ഉണ്ടാവും. ഒരു ഓണേഴ്സിന് തന്നെ ഡിഫറെന്റ് എൻറ്റിറ്റികൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയാം, ഒരു ബിബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 2 കമ്പനി ഉണ്ട് എന്ന് കരുതാം. ഒന്ന് ABC എന്ന് പറഞ്ഞ കമ്പനിയും XYZ എന്ന് പറഞ്ഞ കമ്പനി, 2 കമ്പനി ഉണ്ട്. ഈ ABC എന്ന് പറയുന്ന കമ്പനി XYZ എന്ന് പറയുന്ന കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് കരുതാം. ഇനിയല്ല, ഇന്ത്യയിലുള്ള ഒരു കമ്പനി, വേണ്ട UAE തമ്മിലെ കമ്പനി എടുക്കാം, മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. 2 എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ 2 TR നമ്പറൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, 2 ടാക്സേഷൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യണം? നമ്മൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. വാറ്റ് ഗവൺമെന്റ് പേ ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ട്. അങ്ങനെ
വാറ്റിന്റെ റൂളിനകത്തും പറയുന്നുണ്ട് നമ്മൾ റിലേറ്റഡ് പാർട്ടി കമ്പനികളൊക്കെ ആണെങ്കിൽ കോമൺ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ കോമൺ കൺട്രോളിംഗ് പവറിനകത്ത് വരുന്ന കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിലായിരിക്കണം ചെയ്യേണ്ടത്? നമ്മള് ആംസ് ലെങ്ത് പ്രൈസ് പ്രകാരം അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിംഗിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം അല്ലെങ്കിൽ OECD ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ ട്രാൻസ്ഫർ പ്രൈസിംഗ് അറിയോ ആർക്കേലും? ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഗെറ്റിംഗ് പ്രൈസ് ആണോ? എന്താ ഗെറ്റിംഗ് പ്രൈസ് ആണോ? ജസ്റ്റ് ഇൻ പ്രൈസ് മീൻസ് ട്രാൻസാക്ഷൻ പ്രൈസ് തന്നെ. ഓക്കെ, അതായത് ഏത് കറൻസിനകത്ത് നമ്മൾ അത് ഒരു കഥ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇന്ത്യയിൽ ഒരു ബിസിനസ് നടത്തി. ഇന്ത്യയിൽ ബിസിനസ് നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, എൻ്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് കരുതുക. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ 100 രൂപക്ക് തന്നെ ഇന്ത്യയിൽ ടാക്സ് ഉണ്ടല്ലോ, ഇന്ത്യയിൽ ടാക്സ് ഉണ്ട്, UAE നിലവിൽ ടാക്സ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നതാണ്. അപ്പൊ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് എന്റെ അൾട്ടിമേറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞത് ദുബായിലാണ്. പക്ഷെ ദുബായിലെ കസ്റ്റമർക്ക് ഞാൻ എന്ത് ചെയ്യണ്ട, 250 ഞാൻ കൊടുക്കണ്ട. എന്ത് കൊടുക്കണമായിരുന്നു? 250 രൂപക്ക് ഞാൻ കസ്റ്റമർക്ക് ഇൻവോയ്സ് ചെയ്യണ്ട. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 250 കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ കസ്റ്റമർക്ക് 250 ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് 250 ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര പ്രോഫിറ്റ് വരും? ഇന്ത്യൻ കമ്പനിക്ക് 150 പ്രോഫിറ്റ് വരില്ലേ? അല്ലേ? 100 രൂപ കോസ്റ്റുള്ള ഒരു പ്രോഡക്റ്റ് എനിക്ക് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എവിടെയാ? ദുബായിലാണ്. 250 രൂപയാണ് കസ്റ്റമറിൽ നിന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റിന് വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് ഞാൻ ദുബായിലെ കസ്റ്റമർക്ക് ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 150 രൂപ പ്രോഫിറ്റ് വരുമായിരുന്നു. ആ 150 രൂപയുടെ പ്രോഫിറ്റിന് മുകളിൽ ആർക്ക് ടാക്സ് കിട്ടിയനെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ടാക്സ് കിട്ടിയനെ അല്ലേ? കിട്ടില്ലേ? ഹലോ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോട്ടോ. ഞാൻ അങ്ങനെ ഒന്നും കിട്ടും. അപ്പൊ ഈ 150 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ കരുതുക, 100 രൂപ തന്നെയാണ് ഈ പ്രോഡക്റ്റ്. ഈ 100 രൂപയുള്ള പ്രോഡക്റ്റുകൾ ഇപ്പൊ എന്റെ കമ്പനി ബിബിൻ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ എന്ത് ചെയ്തു, ദുബായിൽ വന്നിട്ട് ഒരു ഡമ്മി കമ്പനി സെറ്റപ്പ് ചെയ്തു. ഒരു പേപ്പർ കമ്പനി സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, 100 രൂപയുടെ പ്രോഡക്റ്റ് എത്ര രൂപക്ക് തന്നെ ഇവിടെ ദുബായിലേക്ക് അയക്കും? 100 രൂപക്ക് തന്നെ അയക്കും. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാ? 0. എന്നിട്ട് ഈ 100 രൂപ ദുബായ് കമ്പനി എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ദുബായിലെ കസ്റ്റമർക്ക് 250 ഇൻവോയ്സ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് കസ്റ്റമർക്ക് നമ്മൾക്ക് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കിട്ടുന്ന 150 രൂപ പ്രോഫിറ്റ് ദുബായിൽ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഇവേഡ് ചെയ്തു, ടാക്സ് ഇവേഡ് ചെയ്തു. ചെയ്തില്ലേ? ചെയ്യാൻ പറ്റില്ലേ? 100 രൂപ 250 രൂപക്ക് ഇൻവോയ്സ് ചെയ്യാൻ പകരം ഞാൻ എത്രക്കാ ചെയ്തത്? 100 ഇൻവോയ്സ് ഇട്ട് എന്നിട്ട് എന്ത് ചെയ്തു, ദുബായിലെ എന്റെ ഷെൽ കമ്പനി കൊണ്ടുവന്നു. ഷെൽ കമ്പനി ഞാൻ എന്ത് ചെയ്തു, അൾട്ടിമേറ്റ് കസ്റ്റമർക്ക് ഞാൻ ബിസിനസ് ചെയ്തു. പ്രോഫിറ്റ് 100% പ്രോഫിറ്റ് ഞാൻ എവിടെ ബുക്ക് ചെയ്തു? 150 പ്രോഫിറ്റ് ഞാൻ ദുബായിൽ ബുക്ക് ചെയ്തു. ദുബായിൽ മുൻപ് ടാക്സ് കൊടുക്കണമായിരുന്നോ? കൊടുക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ 30% ടാക്സ് കൊടുക്കുന്നതിന് പകരം ഇവിടെ എത്ര ശതമാനം ടാക്സ് കൊടുത്താൽ മതി? 9% ടാക്സ് കൊടുത്താൽ മതി. അപ്പോ ടാക്സ് ബാലൻസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ഇന്റർ കമ്പനികളെ, ഷെൽ കമ്പനികളെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരു കമ്പനിയിൽ നിന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ടാക്സ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി, ഏറ്റവും കൂടുതൽ ടാക്സ് ലോ റെജീമിലേക്ക് നമ്മുടെ പ്രോഫിറ്റിനെ മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സെറ്റപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആര് തീരുമാനിച്ചു? OECD ഗൈഡ് ലൈൻസ് അവർ ഇഷ്യൂ ചെയ്തു. എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, അവർ ഗൈഡ് ലൈൻ സെറ്റപ്പ് ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ പ്രൈസിങ്. എന്താ ട്രാൻസ്ഫർ പ്രൈസിങ് അത് പറഞ്ഞത്? നിങ്ങൾ പ്രോഫിറ്റ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, കുറച്ച് കംപ്ലയൻസ് ഉണ്ട്. നിങ്ങൾ നടത്തുന്നത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഓൺ ആൻ ആംസ് ലെങ്ത് പ്രൈസ്. അതിനകത്ത് കുറച്ച് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏത് മെത്തേഡ്? മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മെത്തേഡ്, ട്രാൻസാക്ഷൻ നെറ്റ് മാർജിൻ മെത്തേഡ്, അങ്ങനെ ഒരു 7 മെത്തേഡ് അവർ ഡിഫൈൻ ചെയ്തു. പിന്നെ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാം, നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് അവർ പറയാണ് ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഇൻവോയ്സ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് പ്രോഫിറ്റ് മറ്റൊരു രാജ്യത്തേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കപ്പ് മെത്തേഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇന്റേണൽ കപ്പ്, എക്സ്റ്റേണൽ കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് മെത്തഡോളജി അവരെന്ന് പറയുന്നുണ്ട്, ട്രാൻസ്ഫർ പ്രൈസിംഗിനകത്ത് പറയുന്നുണ്ട്. ആ ട്രാൻസ്ഫർ പ്രൈസിന്റെ മെത്തഡോളജി യൂസ് ചെയ്തിട്ട് മാത്രമേ ഇന്റർ കമ്പനി ഇൻവോയ്സ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇവിടെ ABC എന്ന് പറഞ്ഞ എന്റെ ഒരു കമ്പനി, XYZ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ABC കമ്പനി XYZ എന്ന കമ്പനിക്ക് ഇൻവോയ്സ് ചെയ്യുന്ന സമയത്തും ആര് ആപ്ലിക്കബിൾ ആണ്? ട്രാൻസ്ഫർ പ്രൈസിംഗ് ആപ്ലിക്കബിൾ ആണ്. വെരി ഇമ്പോർട്ടന്റ്. കാരണം ഞാനൊരു ഇൻവോയ്സ് ചെയ്തു എന്ന് കരുതുക, എപ്പോഴേന്ന് ഞാൻ പ്രശ്നം എവിടെ വരിക എന്ന് പറഞ്ഞുതരാം. നമ്മൾ ചിന്തിക്കുമ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ പ്രശ്നങ്ങൾ എവിടെയാന്ന് ഞാൻ പറഞ്ഞുതരാം.
എൻ്റെ കമ്പനി ഇതൊരു ഫ്രീ സോൺ ABC എന്ന് പറഞ്ഞ ഒരു ഫ്രീ സോൺ കമ്പനിയാണെന്ന് കരുതുക. ഞാൻ 1,00,000 ദിർഹംസിന് ഞാൻ എന്ത് ചെയ്തു, ഇൻവോയ്സ് ചെയ്തു. ആർക്ക്? XYZ എന്ന് പറയുന്നത് ദുബായിലെ മെയിൻലാൻഡ് കിടക്കുന്ന കമ്പനിക്ക് ഞാൻ 1,00,000 ദിർഹംസിന് ഇൻവോയ്സ് ചെയ്തു. അങ്ങനെ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് അന്ന് ഇൻവോയ്സ് ചെയ്തിരിക്കുന്നത് 1 ലാഖിനായിരുന്നു. എൻ്റെ കോസ്റ്റ് ചെയ്തു. 1,00,000 രൂപയുടെ കോസ്റ്റുള്ള പ്രോഡക്റ്റ് ഞാൻ പ്രോഫിറ്റ് കുറച്ചിട്ട് എന്ത് ചെയ്തു, കോസ്റ്റ് ചെയ്തു. എന്തിനാ വെച്ചാല് ഒരു ഫ്രീ സോണിനകത്തുനിന്ന് മെയിൻലാൻഡിലേക്ക് മെറ്റീരിയൽ വരുന്ന സമയത്ത് അതിന് എന്ത് കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം? കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം അല്ലേ? എത്ര ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത്? 5% കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. അപ്പൊ അസിബിൾ വാല്യൂ ഫോർ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലാഖ് ആണ്. 1 ലാഖിന്റെ 5% എത്ര വരും? 5,000 കസ്റ്റംസ് ഡ്യൂട്ടി വരും. അതിന് മുകളിൽ വാറ്റും വരും. 1,05,000 വാറ്റും കൂടി ചേർത്ത് വരും. അത് അവർക്ക് രണ്ടാമത്തെ കേസ്, കോസ്റ്റിൽ വരുന്നതല്ല. അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കുമ്പോൾ എത്ര വരിക? 5,000 ദിർഹംസ് ഞാൻ കസ്റ്റംസിന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മെറ്റീരിയൽ ഇറക്കിയിട്ട് എവിടെ കൊണ്ടുവന്നു? XYZ എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവന്നിട്ട് ഞാൻ XYZ അൾട്ടിമേറ്റ് കസ്റ്റമറിലേക്ക് ഞാൻ പ്രൊഡക്റ്റ് വിറ്റു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മള് ഇയർ എൻഡ് ഫൈനലൈസ് ചെയ്ത സമയത്ത് ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുക, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ട്രാൻസാക്ഷൻ കണ്ടുപിടിച്ചു. ഇതെപ്പോൾ നടന്നത്? ഒരു 1/4/2024 നടന്ന ട്രാൻസാക്ഷൻ ആണെന്ന് കരുതുക. ട്രാൻസാക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ഇത് കോസ്റ്റ് ടു കോസ്റ്റിലാണ്. ഇത് ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ കംപ്ലൈൻസ് നടത്താതെ വന്നിരിക്കുന്ന ഇൻവോയ്സ് ആണ്. അത് കറക്റ്റ് അല്ല. ട്രാൻസ്ഫർ പ്രൈസിംഗ് പ്രകാരം ചിലപ്പോൾ 1,20,000 അല്ലെങ്കിൽ 1,30,000 വേണ്ടതാണെന്ന് മനസ്സിലാക്കി. നമ്മൾ മനസ്സിലാക്കുന്ന എപ്പാ? കോർപ്പറേറ്റ് ടാക്സിനെ ഫൈനലൈസേഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലെറ്റ്സ് സേ നമുക്ക് 1,50,000 എന്ത് ചെയ്യണം ആണ് അതിന്റെ ട്രാൻസ്ഫർ പ്രൈസിംഗ് മെത്തഡോളജി പ്രകാരം, മാർക്കറ്റ് റേറ്റ് പ്രകാരം 1,50,000 ഇൻവോയ്സ് ചെയ്യേണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 50,000 നമ്മൾ ഷോർട്ട് ആയിട്ടാണ് ഇൻവോയ്സ് ചെയ്യുന്നത്. 50,000 ഷോർട്ട് ആയിട്ട് ഇൻവോയ്സ് ചെയ്തത് കൊണ്ട് ആർക്കൊരു നഷ്ടം വന്നിട്ടുണ്ട് ഇവിടെ? 1,50,000 ഇൻവോയ്സ് ചെയ്യേണ്ട ഒരു സാധനം 1,00,000 ഇൻവോയ്സ് ചെയ്തുകൊണ്ട് കസ്റ്റംസിന് എന്ത് ചെയ്തുള്ളൂ? 5,000 മാത്രമേ ടാക്സ് കിട്ടിയിട്ടുള്ളൂ അല്ലെ? 7,500 ദിർഹംസ് കിട്ടേണ്ട സ്ഥലത്ത് എത്ര കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് കിട്ടിയിട്ടുള്ളൂ? 5,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? നമ്മൾ 1,50,000 രൂപക്ക് നമ്മൾ ഇൻവോയ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി എത്ര കിട്ടേണ്ടായിരുന്നു? 7,500 കിട്ടേണ്ടായിരുന്നില്ലേ? പകരം ഇപ്പൊ എത്ര കിട്ടിയത്? 5,000 കിട്ടിയിട്ടുള്ളൂ. ആർക്ക് റവന്യൂ ലോസ് ഉണ്ടായി? കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ലോസ് ഉണ്ടായി. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആരാ റൂൾ ചെയ്യുന്നത്? ഫെഡറൽ ടാക്സ് അതോറിറ്റി. കോർപ്പറേറ്റ് ടാക്സിന്റെ റിട്ടേൺ പ്രകാരം കോർപ്പറേറ്റ് ടാക്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക്. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇവർക്ക് എന്ത് ചെയ്യാം? വേണം എന്നുണ്ടെങ്കിൽ, അത്ര സ്ട്രോങ് ആക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ അല്ലെങ്കിൽ വാറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാം? ഇൻഹൗസ് കസ്റ്റംസിന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന കമ്പനി ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന ഇൻവോയ്സിനകത്ത് എന്താണ് ട്രാൻസ്ഫർ പ്രൈസിങ് കംപ്ലൈ ചെയ്യാതെയാണ് അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി റിഡ്യൂസ്ഡ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നാളെ പോയിട്ട് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു നോട്ടീസ് അയച്ചിട്ട് ഫൈനിന് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എന്താ സംഭവിച്ചാല് ഒരു റൂള് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ എഫക്ട് ചിലപ്പോൾ വരുന്നത് എന്തായിരിക്കും? ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും. നാളെ ആയിരിക്കും ഉണ്ടാകുക. കാരണം നാളെ വന്നിട്ട് നമ്മളോട് കസ്റ്റംസ് ഡ്യൂട്ടി ഫൈന് കാര്യങ്ങൾ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ട്രാൻസാക്ഷൻ ലെവലിൽ തന്നെ എൻട്രി നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി ട്രാൻസാക്ഷൻസ് നീറ്റായിട്ട് കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ എൻട്രി അടയ്ക്കുന്നത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഇയർ എൻഡില് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ നോട്ടിഫൈ ആവും. ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യും? പുറത്തുള്ള എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ടാകുക. അവർ പെർഫോം ചെയ്യാനേ നോക്കത്തുള്ളൂ. അവരെന്ത് ചെയ്യും? നിങ്ങൾ അക്കൗണ്ടന്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് അല്ല, ഇന്ന മിസ്റ്റേക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജ്മെന്റ് റിപ്പോർട്ട്സ് കൊടുക്കും. കാരണം അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്ത് വരും? നമ്മൾക്ക് ബ്ലെയിം വരും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എൻട്രി ലെവലിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രീം ലൈൻ ചെയ്ത് റെഗുലറൈസ് ചെയ്ത് എന്ത് ചെയ്യണം? കൊണ്ടേ നടക്കണം. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് പറഞ്ഞൊരു കേസ്, നമ്മൾ ഏത് മെത്തഡോളജി പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടില്ലേ നമ്മൾ? അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? അക്കൗണ്ട് ചെയ്യുക അല്ലെ? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുക. ഇവിടെ 50 മില്യന് താഴെയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടേൺ ഓവർ 50 മില്യന് താഴെയാണെന്നുണ്ടെങ്കിൽ IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അഥവാ IFRS എന്ന് പറയും. ആ IFRS പ്രകാരമാണ് കംപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഫോർ ദ പർപ്പസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ്.
ഇനി 50 മില്യന് മുകളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് സ്റ്റാൻഡ് IFRS ആണ്. നോർമൽ IFRSും 50 മില്യൺ താഴെയാണെങ്കിൽ IFRS ഫോർ SME എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. നമ്മുടെ റവന്യൂ റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ടിട്ട്, ലീസുമായി ബന്ധപ്പെട്ടിട്ട്, പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്നതാണ്. എക്സാമ്പിൾ നമ്മൾ ക്ലാസ് ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനികളിൽ ആരെങ്കിലും ഇവിടെ നിലവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇവിടെ UAE വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ UAE നിലവിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും? ഹലോ, ആരെങ്കിലും നിലവില് ജോലി ഇപ്പൊ നോക്കുന്നുണ്ട്. ജോലി നോക്കുന്നുണ്ട് അല്ലെ? അല്ലാതെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവും, പേടിച്ചിട്ട് പറയാതിരിക്കുന്നതായിരിക്കും ചിലപ്പോ. നോ. അപ്പൊ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മള് രണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോ സാധാരണ ഒരു ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളവരൊക്കെ എന്ന് വെച്ചാൽ രണ്ടെടുക്കുമ്പോൾ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തിന് മുകളിൽ ഇപ്പൊ 1/1/2024 ടു 31/12/2026 വരെ 2 വർഷത്തെ പീരീഡിലേക്കൊക്കെ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിടും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ എടുത്തിട്ട് സാധാരണ നമ്മൾ രണ്ട് കൊടുക്കുമ്പോൾ എന്താ എൻട്രി പാസ് ചെയ്യാം? രണ്ട് അക്കൗണ്ട് അപ്പ് ടു പെർട്ടിക്കുലർ പേയബിൾ അല്ലെ, അല്ലെങ്കിൽ രണ്ടിനെ പ്രീപെയ്ഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസിലേക്കൊക്കെ വെച്ചിട്ട് അതിനെ നമ്മൾ പിന്നീട് സബ്സിക്വന്റ് ആയിട്ട് P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് വിടുക ചെയ്യുന്നത്. പക്ഷെ അതിന് IFRS പറഞ്ഞത് ഇങ്ങനെ കോൺട്രാക്ടൽ ഒബ്ലിഗേഷൻ മോർ ദാൻ 1 ഇയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പാടില്ല. പകരം IFRS 16 എന്ന് പറയുന്ന 16 ഉണ്ട്, ഇതുണ്ട് IFRS 16. ആ 16 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രണ്ട് എമൗണ്ടിനെ റൈറ്റ് ടു യൂസ് അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. റൈറ്റ് ടു യൂസ് അസറ്റും ലീസ് ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് P&L അക്കൗണ്ടിലേക്ക് രണ്ടെന്ന് പറഞ്ഞ എക്സ്പെൻസിന് പകരം വരേണ്ടത് ഡിപ്രിസിയേഷൻ ഓൺ റൈറ്റ് ടു യൂസ് അസറ്റും ഇൻട്രസ്റ്റ് ഓൺ ലീസ് എന്ന് പറഞ്ഞ രണ്ട് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ആരും എക്സ്പെക്ട് ചെയ്യും? ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? കുറച്ചൊന്ന് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. നമ്മുടെ ടൈം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, കാർഡ് കയറി പോകുന്നില്ല. നേരെ തിരിച്ച് കോർപ്പറേറ്റ് ടാക്സിലേക്ക് വരാം. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സിൽ IFRSുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ മണ്ടേറ്ററി ആയിട്ട് IFRS ഫോളോ ചെയ്തിരിക്കണം. എത്ര ടേൺ ഓവർ ലിമിറ്റ് നോക്കേണ്ട ആവശ്യമില്ല, IFRS കംപ്ലൈ ചെയ്യുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരെ തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു 30/9/2024 നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? നമ്മുടെ ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് ആരൊക്കെ ഓഡിറ്റ് ചെയ്യണം? മണ്ടേറ്ററി ആയിട്ട് ഓഡിറ്റ് ചെയ്യേണ്ട ആൾക്കാരെ കുറിച്ച് പറയാം. അതായത് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യേണ്ട ആൾക്കാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺസ്, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നില്ലേ, ടാക്സിന്റെ ബെനിഫിറ്റ് കൊടുത്തിരിക്കുന്ന ആൾക്കാർ, ഈ ക്വാളിഫൈഡ് ഫ്രീ സോൺ പേഴ്സൺസും പിന്നീട് 50 മില്യൺ ടേൺ ഓവർ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും 50 മില്യൺ ടേൺ ഓവർ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും എക്സീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഓഡിറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഓഡിറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എവിടെ സബ്മിറ്റ് ചെയ്യണം? നമ്മൾ ഈ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റഡ് വേണമെന്നില്ല, ജസ്റ്റ് ഇന്റേണൽ ഇൻ ഹൗസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ? ഐഡിയ കത്താത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ ഇവയാൾ പറയണമെന്ന് തോന്നി ആരെങ്കിലും ഉണ്ടോ? ഒരു ബേസിക് ഐഡിയ കിട്ടിയോ? എന്താ ഇവിടുത്തെ ടാക്സേഷൻ, കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചൊരു ആവറേജ് ഐഡിയ കിട്ടിയോ? യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഡെപ്തിൽ നോക്കുക, മനസ്സിലാക്കുക, പരമാവധി പഠിക്കുക. കാരണം കോമ്പറ്റീറ്റീവ് ആണ്, നല്ല കോമ്പറ്റീഷനുള്ള മാർക്കറ്റാണ്. ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്ന് രണ്ട് വിസിറ്റ് ഒക്കെ എടുത്ത് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും, നമ്മളൊക്കെ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ബേസിക് ലെവലിൽ തോട്ട് പ്രോസസ്സിൽ നിൽക്കുമ്പോൾ നമ്മളോട് സെൽഫായിട്ട് പഠിക്കാൻ പറ്റിയത് മോനെ, കോർപ്പറേറ്റ് ടാക്സിന്റെ കുറേ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് നമ്മളെ ഇതിനകത്ത് നോക്കി ഫെഡറൽ ടാക്സ് അതോറിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, പക്ഷെ അതിനുള്ള പ്രശ്നം വെച്ചാൽ 160, 170 പേജസ് ഒക്കെ ഉണ്ടാവും ഓരോ നോട്ടിഫിക്കേഷനും. അപ്പോൾ അതിനകത്ത് നിന്നാണ് നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും സെൽഫായിട്ട്. ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. കുറേ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, അതെടുത്ത് നോക്കി വെക്കുക.
പിന്നെന്തോ കോർപ്പറേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞല്ലോ. 1/2030 കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്തതാണ് എങ്കിൽ റിട്ടേൺ ഡേറ്റ് വരുന്നത് 30/9/2025. റിട്ടേൺ ഡേറ്റ് വരുന്നത് 30/9/2025. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് വിത്തിൻ 9 monthsനിടയിലാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ ഗ്രൂപ്പിനകത്ത് ചോദിക്കാം. അപ്പോൾ സൈനിങ് ഓഫ് നൗ. താങ്ക് യു ഫോർ അറ്റൻഡിങ്. രാവിലെ തന്നെ അറ്റൻഡ് ചെയ്യുന്ന നന്ദി. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് കാണാം. ബൈ.